എന്റെ കമ്പനിയിൽ എത്തിച്ചിരിക്കുന്ന സാധനം പ്യുവർ കോപ്പർ കൊണ്ടുള്ള സാധനമാണ്. ഞങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ സ്വർണം പൂശിയിട്ടുള്ള വസ്തുക്കൾ ഞങ്ങൾ എടുക്കാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഇത്തരം സ്വർണം വീണ്ടും പൂശി കൊടുക്കുന്ന പണികൾ ഞങ്ങൾ ചെയ്യാറില്ല. പൂർണ്ണമായും അത് മറ്റൊരു ലോഹമായി, അതായത് ഒരു ബെയർ മെറ്റലായി ഞങ്ങൾക്ക് അരികിലേക്ക് എത്തുന്ന വസ്തുക്കളിലാണ് ഞങ്ങൾ സ്വർണം പൂശാറുള്ളത് എന്നുള്ളത് അദ്ദേഹവുമായി ഞങ്ങൾ കൂടുതലായി സംസാരിച്ചിരുന്നു. ഞങ്ങൾ പ്രതിനിധി ജോഷി കുര്യൻ സംസാരിച്ചിരുന്നു. അപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതായത് ഒരിക്കലും സ്വർണം പൂശിയിട്ടില്ലാത്ത ചെമ്പുപാളികളായിരുന്നു ഈ എത്തിയിരുന്നതെന്ന് സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള KB പ്രദീപ് കുമാർ പറയുന്നത്. ഒരിക്കൽ സ്വർണം പൂശിയ ലോഹം ഞങ്ങളുടെ സ്ഥാപനം അറ്റകുറ്റപ്പണിക്ക് സ്വീകരിക്കാറില്ല എന്നാണ് പ്രദീപ് പറഞ്ഞത്. ഈ 2019 അവിടെ നിന്ന് അഴിച്ചു മാറ്റിക്കൊണ്ടുപോയ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ അല്ല നാം അവിടെ വെച്ച് പൂശിയത്. അതായത് നമുക്ക് കിട്ടിയത് ഒരു ചെമ്പുപാളികളാണ് അവിടെ കിട്ടിയത്. അവിടുന്ന് അഴിച്ചു മാറ്റിയതാണോ നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്ന ഈ ദ്വാരപാലകരെ കവർ ചെയ്ത ശില്പങ്ങൾ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല, അത് ക്ലാഡിംഗ് ആണ് യഥാർത്ഥത്തിൽ, കവറിങ് പോലത്തെ. അത് എത്തിച്ചിരിക്കുന്ന സാധനങ്ങൾ കോപ്പർ തന്നെയാണ്, സ്വർണ്ണമല്ല. സ്വർണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സ്വർണം ഒരിക്കൽ പൂശിയത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം അതിനകത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് നേരത്തെ വിജയ് മല്യ സ്വർണം ക്ലാഡ് ചെയ്താണെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അവിടെ നിന്ന് ഇളക്കി മാറ്റിയ ദ്വാരപാലക ശില്പങ്ങൾ അതിലെ സ്വർണം വേർതിരിച്ച ശേഷം ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമോ? സ്വർണം വേർതിരിക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ഇമ്പോസിബിലിറ്റിയാണ്. സാങ്കേതികമായിട്ട് അത് ബുദ്ധിമുട്ടാണ്. അതായത് സ്വർണം പൂശാത്ത ചെമ്പുപാളികൾ തന്നെയാണ് അവിടെ കിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു സാധ്യത കൂടി ഇല്ലാതാവുകയാണ്. അതായത് അവിടെ നിന്ന് അഴിച്ചു മാറ്റിയ സ്വർണം അടങ്ങിയ പാളികൾ പിന്നീട് സ്വർണം എവിടെയോ വെച്ച് മാറ്റിയ ശേഷം അവിടെ കൊണ്ടുവന്ന് വീണ്ടും പൂശി എന്നുള്ള വാദം കൂടി ഇല്ലാതാവുകയാണ്. അല്ല, അവിടുന്ന് അഴിച്ചു മാറ്റിയ സ്വർണപ്പാളികളിൽ സ്വർണ കവചങ്ങളിൽ സ്വർണം പൂശിയ കവചങ്ങളിൽ തന്നെയാണോ മദിരാശിയില് ഞാൻ പ്രതിനിധീകരിക്കുന്ന കമ്പനിയിൽ എത്തിച്ചതെന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ഉത്തരം തരാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്റെ കമ്പനിയിൽ എത്തിച്ചിരിക്കുന്ന സാധനം പ്യുവർ കോപ്പർ കൊണ്ടുള്ള സാധനമാണ്. ശബരിമലയിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളല്ല അവിടെ കൊണ്ടുവന്നതെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും. നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ പോളിസി അനുസരിച്ച് നമ്മൾ സ്വീകരിക്കുക എപ്പോഴും പുതിയത് തന്നെയാണ്. ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിട്ടുള്ളതായിരുന്നെങ്കിൽ കമ്പനിയിൽ എത്തിയിരിക്കുന്ന സാധനം ബെയർ കോപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. സ്വർണം പൂശിയതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുകയില്ലായിരുന്നു, ഒരിക്കലും സ്വീകരിക്കില്ല. കാരണം പോളിസി അതാണ്, നമ്മുടെ കമ്പനി പോളിസി അതാണ്.